Are people, Greg? Oh my goodness, caravans there. ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൽ ശക്തമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും 2 പേർ മരിച്ചതായും നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമാണ് ദുരന്തത്തിന് കാരണമായത്. വെൽക്കം ബേ മേഖലയിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ മൗണ്ട് മാങ്കുനുയിലെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര ക്യാമ്പിൽ മണ്ണുമാറ്റിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ കരുതുന്നു. കാണാതായവരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുണ്ടെന്നാണ് പ്രാഥമിക വിവരം. തകർന്ന കാരവനുകൾക്കും ടെന്റുകൾക്കുമിടയിൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് നിലവിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. മേഖലയിൽ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൗരംഗയിൽ മാത്രം ഒരു ദിവസം കൊണ്ട് 3 മാസത്തെ മഴ ലഭിച്ചു. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഈ സംഭവത്തെ വലിയൊരു ദുരന്തമെന്ന് വിശേഷിപ്പിക്കുകയും നോർത്ത് ഐലൻഡിന്റെ കിഴക്കൻ തീരം യുദ്ധഭൂമിക്ക് സമാനമാണെന്ന് അടിയന്തര ദുരന്ത നിവാരണ മന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. മേഖലയിൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.